ഭരണപ്രതിസന്ധിയിലായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിലർ ആർ സുഗതന്റെ കാപ്പ കേസ് നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി ബി.ജെ.പി. ഭരണസമിതി. കാപ്പ ഉപദേശക സമിതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുക. അതേസമയം ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം കടുപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ജിബിൻ, വലിയ പ്രതിസന്ധി അവിടെ BJP നേരിടുന്നുണ്ട്. ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള അവസ്ഥ, സുഗതന്റെ സത്യപ്രതിജ്ഞ, അത് ഏറെ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണോ കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക്, ആലോചനയിലേക്ക് BJP എത്തുന്നത്? അസുഖ തന്നെയാണ്. കാരണം ഭരണം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP കൗൺസിലറായിട്ടുള്ള സുഗതനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ കഴിയുന്നത്. സുഗതൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം നിലനിർത്താൻ, കാരണം കേവല ഭൂരിപക്ഷം മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ സുഗനെ തിരികെ കൊണ്ടുവന്ന സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സുഗതന്റെ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടി കാപ്പ ഉപദേശക സമിതി ഇപ്പോൾ BJP സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് BJP. കാരണം സുഗതനെ അതിവേഗം തന്നെ തിരികെ കൊണ്ടുവന്ന് ഏതെങ്കിലും വിധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ BJPക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടത്തിലേക്ക് ഇപ്പോൾ BJP കടക്കാൻ ഒരുങ്ങുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ അവർ സമീപിച്ചിരിക്കുന്നത് കാപ്പ ഉപദേശക സമിതിയെയാണ്. കാപ്പ ഉപദേശക സമിതി ഇത് പഠിച്ച അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയിലേക്ക് പോവുക. കാപ്പ ഉപദേശക സമിതിയിൽ നിന്ന് അനിവാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാപ്പ മാറ്റുന്നതിന് വേണ്ടി ഹൈക്കോടതി സമീപിക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മേയർ പറഞ്ഞതാണ്, കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കേണ്ട കുറ്റങ്ങളൊന്നും തന്നെ കൗൺസിലർ സുഗതൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് മേയറും അതുപോലെ തന്നെ BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള നിലപാട് വ്യക്തമാക്കിയതെന്നാണ്. കാരണം സുഗതനോടൊപ്പമാണ് BJP എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സുഗതൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്കല്ല, കാപ്പ ചുമത്തപ്പെടേണ്ട ഒരാളല്ല എന്നുള്ള ഒരു കാര്യമാണ് BJP നേതൃത്വം നിലപാടായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുഗതനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് BJP കടന്നിരിക്കുകയും ചെയ്യുന്നത്. അസുത ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.